ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഇരണിയൽ ദേശത്തുള്ള തങ്കച്ചിയമ്മ എന്ന സ്ത്രീക്ക് സംഭവിച്ച കഥ പറയാം. തങ്കച്ചിയമ്മയാളിന് നേത്രരോഗം ബാധിച്ച് 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണുവൈദ്യന്മാരുടെ ചികിത്സ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. തീർത്തും അന്ധയായി തീർന്ന അവർക്ക് അങ്ങേയറ്റം ദുഃഖവും നിരാശയുമായി. അങ്ങനെ സങ്കടപ്പെട്ട് കഴിയവേ ആരോ അവരോട് ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാഴ്ച കിട്ടും എന്ന് ഉപദേശിച്ചു. അവർ അരുവിപ്പുറം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയോടെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ക്ഷേത്രത്തിൽ പൂജ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ കണ്ണുകൾ രണ്ടും തുറപ്പിക്കുന്നതായി കാണുന്നു. ഉടൻ അവർക്ക് കാഴ്ച തിരികെ കിട്ടുന്നു. അവർ എല്ലാം കാണുന്നു. എനിക്ക് കാഴ്ച കിട്ടി, എനിക്കിപ്പോൾ എല്ലാം കാണാം എന്ന് അവർ വിളിച്ചു പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവിടെ നിന്നവരെല്ലാം അത്ഭുതത്തോടെ അവരെ നോക്കി. അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗദാസ സ്വാമിയും കുമാരനാശാനും അവരുടെ അടുത്ത് വന്നു. ശിവലിംഗദാസ സ്വാമി അവരോട് അവർക്ക് കാഴ്ച കിട്ടിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യപുരുഷൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് എൻ്റെ കണ്ണുകൾ പിടിച്ച് തുറപ്പിച്ചു. അപ്പോൾ എനിക്ക് കാഴ്ച കിട്ടി. സ്വാമി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ദിവ്യപുരുഷൻ്റെ രൂപം ഓർമ്മയുണ്ടോ? അവർ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സ്വാമി ആശ്രമത്തിൽ പോയി ഗുരുദേവനും മറ്റു പലരും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് അവരെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആ മനുഷ്യനുണ്ടോ? അവർ ഗുരുദേവൻ്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് എൻ്റെ കണ്ണു തുറന്നത്. അത്ഭുതം! ആലുവ അദ്വൈതാശ്രമത്തിൽ ഇരിക്കുന്ന ഗുരുദേവൻ ആരും കാണാതെ അരുവിപ്പുറത്ത് വന്ന് ഒരു അന്ധയായ ഭക്തയ്ക്ക് കാഴ്ച നൽകിയിരിക്കുന്നു. ഇതൊന്നും കിട്ടുകഥയല്ല, സംഭവിച്ച കാര്യങ്ങളാണ്. ഗുരുദേവനെ വെറും സമുദായ പരിഷ്കർത്താവായി കാണുന്ന ബുദ്ധിജീവികൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്തോ.